Dear friends, നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി ലഘുവായി പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ, വാക്യത്തിന്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആർ ഇവയിൽ ഒരെണ്ണം എഴുതിയിട്ട് ing ഫോം ഓഫ് ദ വേർഡ് പ്ലസ് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ സഹായക ക്രിയ ആം എഴുതണം. ഷീ, ഇറ്റ് എന്നിവയോ ഏതെങ്കിലും ഒരാളോ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഈസ് ഉപയോഗിക്കണം. യു, വി, ദേ എന്നിവയോ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരോ വന്നാൽ ആർ സഹായക്രിയയായി ഉപയോഗിക്കണം. ഇനി ഈ ടെൻസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ, സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പ്രസ്താവിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഇറ്റ് ഇസ് റെയിനിങ് നൗ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു സാധ്യത, സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം പറയാനും ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ദേ ആർ കമ്മിങ് ടുമോറോ, അവർ നാളെ വരുന്നുണ്ട്. ഇനി ഫ്യൂച്ചർ പ്ലാൻ, ഭാവിയിലെ ഒരു പദ്ധതിയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഈ ടെൻസ് ഉപയോഗിക്കാം. ഐ ആം ഗോയിങ് ടു ബൈ എ കാർ, ഞാനൊരു കാർ വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഞാനൊരു കാർ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട്. They are going to build a house, അവർ ഒരു വീട് വയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരു വീട് വയ്ക്കാൻ ആലോചിക്കുന്നു.